രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ നീക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി സി. മന്ത്രി ആർ ബിന്ദുവുമായി വി സി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മോഹൻ കുന്നുമേൽ നിലപാട് വ്യക്തമാക്കിയത്. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ വി സി പ്രകോപിതനായി. സെനറ്റ് ഹാളിൽ കാവിക്കുടി ഏന്തിയ ഭാരതാംബയെ വെച്ചതിൽ പ്രശ്നമില്ലേ എന്ന ചോദ്യമാണ് വി സിയെ ചൊടിപ്പിച്ചത്. വി സി ഇറങ്ങിപ്പോയി. ഞാൻ നിങ്ങളോട് അല്ല നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. ഇതാണ് താൽക്കാലിക വി സി ആയ മോഹൻ കുന്നുമേൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നേരിടാനാവാതെ ഓടി ഒളിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാചകങ്ങൾ ഒന്ന് നോക്കൂ. അശ്വിൻ ഡിയാഗോയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അശ്വിൻ ഡിയാഗോ, വീണ്ടും ഒരു സർവകലാശാലയ്ക്ക് എത്രയും മോശമായ വി സിയെ കിട്ടാമോ എന്നതിൻ്റെ ഒരു തെളിവായി മാറുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ വി സിയുടെ പ്രകടനം. ചോദ്യങ്ങൾക്കൊന്നിനും ഉത്തരമില്ല, പക്ഷേ എങ്കിലും പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ടോ? ഒരു വെടിനിർത്തലായിട്ടുണ്ടോ അശ്വിൻ ഡിയാഗോ? അരുൺ, കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ തുടങ്ങിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചെത്തിയ വി സി മോഹൻ കുന്നുമൽ മന്ത്രി ആർ ബിന്ദുവിനെ വസതിയിലെത്തി നേരിട്ട് കണ്ടിരുന്നു. സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാകൂവെന്ന് മന്ത്രി വി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വിവാദങ്ങളും തർക്കങ്ങളും കുട്ടികളുടെ ഭാവിയെ ബാധിക്കും, അതുകൊണ്ടാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടതെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർക്കും പ്രയാസമില്ലാത്ത തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വി സിയെ കാണാൻ വന്നപ്പോൾ പിടിവാശികളൊന്നും ഉണ്ടായിരുന്നില്ല. സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ ഏത് രജിസ്ട്രാർ പങ്കെടുക്കും എന്നുള്ളത് അന്ന് അറിയാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി സി എന്നുള്ളതാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം കനത്ത സുരക്ഷയിലാണ് വി സി സർവകലാശാല ആസ്ഥാനത്ത് എത്തിയതും. വി സിയെ തടയുമെന്ന് നേരത്തെ SFI അറിയിച്ചിരുന്നെങ്കിലും SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റിലാണ് വി സി ഒപ്പിട്ടത്. രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെയും പ്രതിഷേധക്കാർക്കെതിരെയും രൂക്ഷ വിമർശനവും വി സി ഉന്നയിച്ചിരുന്നു. വി സി എത്തിയതിന് പിന്നാലെ ഔദ്യോഗിക വാഹനത്തിൽ രജിസ്ട്രാർ അനിൽകുമാറും സർവകലാശാലയിൽ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഞായറാഴ്ച ഗവർണർ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇതിനുശേഷമാകും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. താങ്ക് യു. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. വെടിനിർത്തൽ തീർന്നില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യം കട്ടപ്പോക.